നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, അല്ലെ റൂട്ട്സ് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ ആണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ്റെ എഫ് ഓഫ് എക്സ് എക്സാക്റ്റ് ആയിട്ട് 0 വരുന്ന വാല്യൂസ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് റൂട്ട്സ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിക്കം 0 എക്സാക്ട്ലി. എഫ് ഓഫ് എക്സ് 0 വരുന്ന എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്താ ചെയ്യുന്നത്? അപ്രോക്സിമേറ്റ് റിയൽ റൂട്ട്സ് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. തന്നേക്കുന്ന ഇക്വേഷൻ്റെ അപ്രോക്സിമേറ്റ് റിയൽ റൂട്ട് കണ്ടുപിടിക്കാനാണ് ന്യൂമറിക്കൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം തന്നേക്കുന്ന ഇക്വേഷൻ്റെ അപ്രോക്സിമേറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു റെപ്പറ്റേറ്റീവ് ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ റെപ്പറ്റേറ്റീവ് ടൈപ്പ് ഓഫ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐട്രേഷൻ പ്രോസസ് എന്ന്. സോ നമുക്ക് അപ്രോക്സിമേറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കണം തന്നേക്കുന്ന ഇക്വേഷൻ്റെ. അപ്പോൾ തന്നേക്കുന്ന ഇക്വേഷൻ്റെ അപ്രോക്സിമേറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കാൻ റെപ്പറ്റേറ്റീവ് ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐട്രേഷൻ പ്രോസസ്സ്. ഓരോ സ്റ്റെപ്പിലും പ്രീവിയസ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ വാല്യൂ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ പ്രീവിയസ് സ്റ്റെപ്പിലെ വാല്യൂ യൂട്ടിലൈസ് ചെയ്താണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത് നമുക്കൊരു ഡിസൈർഡ് ആക്യുറസി കിട്ടുന്ന വരെ നമ്മൾ ഈ ഐട്രേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. സോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണ്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് നോക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം use Newton-Raphson method to find a real root of the equation x cube minus 2x minus 5 equal to 0 correct to 3 decimal places. അപ്പം ഈ ക്വസ്റ്റിനകത്ത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 ആണ്. സോ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഇൻ്റർവൽ എ ബി കണ്ടുപിടിക്കണം. ഇൻ്റർവൽ എ ബി കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? ഈ ഇൻ്റർവലിനകത്തായിരിക്കണം നമ്മുടെ ഇക്വേഷൻ്റെ റിയൽ റൂട്ട് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻ്റർവൽ എ ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്നാ ചെയ്യും? ഈ എക്സിന് ജസ്റ്റ് വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കാം. എക്സിന് ആദ്യം 0 ഇട്ട് നോക്കാം. എക്സിന് 0 ഇട്ടാൽ എഫ് ഓഫ് 0 എന്നാ വരും? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് -5 വരും. ഇനി എക്സിന് 1 ഇട്ട് കൊടുത്താൽ എഫ് ഓഫ് 1 എന്നാ വരും? എഫ് ഓഫ് 1 എന്ന് പറയുമ്പം 1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 5 എന്ന് വരും. സോ ആൻസർ -6 എന്ന് വരും. ഇനി എഫ് ഓഫ് 2 ഇട്ട് കൊടുത്താൽ എന്ത് വരും? എഫ് ഓഫ് 2 ഇട്ട് കൊടുത്താൽ -1 എന്ന് വരും. ഇവിടെ നോക്കിയേ, എഫ് ഓഫ് 0 -5 ആണ്, എഫ് ഓഫ് 1 -6 ആണ്, എഫ് ഓഫ് 2 -1 ആണ്. എഫ് ഓഫ് 3 എത്ര വരും? എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 16 വരും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 2 -1 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. എഫ് ഓഫ് 3 16 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ട് എന്തിനിടയ്ക്ക് കിടക്കും? 2നും 3ക്കും ഇടയ്ക്ക് കിടക്കും. അപ്പോൾ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഫംഗ്ഷന് നമ്മൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കൊടുക്കുമ്പം ഏതെങ്കിലും 2 വാല്യൂ ഇടുമ്പം ഒന്ന് 0യേക്കാളും ഗ്രേറ്ററും ഒന്ന് 0യേക്കാളും ലെസ്സും വന്നാൽ, ഇപ്പോൾ ഈ കേസിൽ പറഞ്ഞാൽ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് -1 ആണ്, ലെസ് ദാൻ 0 ആണ്. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 16 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നമ്മുടെ റൂട്ട് ഏതിനൊക്കെ ഇടയ്ക്കായിരിക്കും? 2നും 3ക്കും ഇടയ്ക്കായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള 2 വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെയുള്ളൊരു ഇൻ്റർവെൽ നമ്മൾ ചൂസ് ചെയ്യുക. നമുക്ക് പറയാൻ പറ്റും ഈ വാല്യൂവിനിടയ്ക്കാണ് നമ്മളുടെ റിയൽ റൂട്ട് കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു അപ്രോക്സിമേറ്റ് റൂട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ അപ്രോക്സിമേറ്റ് റൂട്ട് x0 ആയിട്ട് 2 ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മുടെ അപ്രോക്സിമേറ്റ് റൂട്ട് x0 ആയിട്ട് 2 ചൂസ് ചെയ്തു. ഇനി നമ്മൾ എന്നാ ചെയ്യണം? നമ്മളുടെ ഫസ്റ്റ് അപ്രോക്സിമേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ x1 ഇസ് ഈക്വൽ ടു x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് x0. അപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ്റെ ഇക്വേഷൻ എന്താണ്? x1 ഇസ് ഈക്വൽ ടു x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് x0 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്നാ വരും?
ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എഫ് ഡാഷ് എക്സ് എന്ത് വരുമെന്ന് നോക്കാം. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്നാ വരും? 3x² - 2 എന്ന് വരും. 3x² - 2 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x1 = x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് x0 എന്നാണ്. x0യുടെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് 2 മൈനസ് 1 ബൈ 2 മൈനസ് -1 ബൈ 3 × 4 - 2 എന്ന് വരും. സോ എന്ത് വരും? 2 + 1/10 എന്ന് വരും. 2.1 വരും. അപ്പോൾ x1ൻ്റെ വാല്യൂ 2.1 വന്നു. ഇനി നമുക്ക് x2ൻ്റെ വാല്യൂ കണ്ടു നോക്കാം. x2ൻ്റെ വാല്യൂ എങ്ങനെ കാണുന്നത്? x2ൻ്റെ വാല്യൂ കാണാൻ സെയിം ഐട്രേഷൻ യൂസ് ചെയ്യും. ഒരു വ്യത്യാസമേ ഉള്ളൂ. x0യ്ക്ക് പകരം x1 എടുക്കണം. അപ്പോൾ x2 = x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് x1 എന്ന് എഴുതാം. സോ x2 = x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് x1 ആണ്. ഇവിടെ നമ്മൾ x1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന x2ൻ്റെ വാല്യൂ എത്രയാണ്? 2.0946 ആണ്. x2ൻ്റെ വാല്യൂ 2.0946 ആണ്. നമുക്ക് x3 കണ്ടു നോക്കാം. x3 എന്ന് പറയുന്നത് എന്ത് വരും? x2 മൈനസ് എഫ് ഓഫ് x2 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് x2 ആണ് x3 എന്ന് പറയുന്നത്. സോ x3യുടെ വാല്യൂ x2 മൈനസ് എഫ് ഓഫ് x2 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് x2 ആണ്. അതും 2.0946 എന്ന് കിട്ടും. സോ ഈ രണ്ട് വാല്യൂ ഒരേപോലെ വന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ആൻസർ എന്ത് എഴുതാം? റിക്വയർഡ് അപ്രോക്സിമേറ്റ് റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് എന്താണ്? കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസ് ആണ്. കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസ് എഴുതുമ്പം 2.095 എന്ന് നമുക്ക് എഴുതാം. 46 എന്നുള്ളത് 3 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആക്കിയാൽ 5 എന്ന് എഴുതാം. 2.095 എന്ന് നമുക്കിവിടെ ആൻസർ എഴുതാൻ പറ്റും. സോ നമ്മൾ ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്ത മെത്തേഡ് ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്താണെന്നെടുത്ത് എഴുതി. എഫ് ഓഫ് എക്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യണം? ഒരു ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണം. ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത എന്താ? ആ ഇൻ്റർവെല്ലിനകത്തായിരിക്കണം നമ്മുടെ റൂട്ട് വരുന്നത്. സോ അതിന് കറക്റ്റായിട്ടൊരു ഇൻ്റർവെല്ല് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ നമ്മളൊരു അപ്രോക്സിമേറ്റ് റൂട്ട് എടുക്കുക. x0 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുക. x0 കിട്ടിക്കഴിഞ്ഞാൽ x1 കാണാനുള്ള ഇക്വേഷൻ എന്താ? x0 മൈനസ് എഫ് ഓഫ് x0 ബൈ എഫ് ഡാഷ് x0. അപ്പോൾ ഇത് വെച്ച് x1 കാണുക. x1 കിട്ടിക്കഴിഞ്ഞാൽ x2 കാണുക. x2 എങ്ങനെ കാണാൻ പറ്റും? x2 = x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് x1 ആണ്. ഇനി x2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ x3 കാണുക. x3 കാണാൻ x3 = x2 മൈനസ് എഫ് ഓഫ് x2 ബൈ എഫ് ഡാഷ് x2 ആണ്. എപ്പോഴാണോ രണ്ട് റൂട്ട്സ് ഓൾമോസ്റ്റ് സിമിലർ ആയി വരുന്നത് നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്രോക്സിമേറ്റ് ചെയ്ത് ആൻസർ എഴുതാം. സോ ഈ മെത്തേഡാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഗീവ്സ് ഫസ്റ്റ് ഐട്രേറ്റീവ് സൊല്യൂഷൻ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 2 ആസ്. ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഗീവ്സ് ഫസ്റ്റ് ഐട്രേറ്റീവ് സൊല്യൂഷൻ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 2 ആസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ എക്സ് എന്താണ്? എക്സാ കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 2 ആണ്. എക്സ് എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 2 ആണ്. അപ്പം നമ്മൾ ഈ ഇക്വേഷനെ അതായത് എക്സ് = ക്യൂബ് റൂട്ട് ഓഫ് 2 എന്നുള്ളതിനെ മൊത്തം ഒന്ന് ക്യൂബ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? x³ = 2 എന്ന് കിട്ടും. നമുക്ക് x³ = 2 എന്ന് കിട്ടും. അതിനൊരു ഇക്വേഷൻ ഫോമിലാക്കിയാൽ x³ - 2 = 0 എന്ന് കിട്ടും. സോ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? x³ - 2 = 0. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എഴുതാൻ പറ്റും. എഫ് ഓഫ് എക്സ് എന്താണ്? x³ - 2 ആണ് നമ്മളുടെ എഫ് ഓഫ് എക്സ്. ഇനി ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ആണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്തായാലും എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. അത് ആദ്യം അങ്ങ് ചെയ്ത് വെക്കുകയാണ് എളുപ്പം. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്നാ കിട്ടും? എഫ് ഡാഷ് എക്സ് 3x² എന്നും കിട്ടും. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് x³ - 2ഉം എഫ് ഡാഷ് എക്സ് 3x² എന്നും കിട്ടി. അപ്പോൾ നമ്മൾ ഈ എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്നാ? നമുക്കൊരു ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ റിയൽ റൂട്ട് എവിടെയാണ് കിടക്കുന്നത് അതിന് ചുറ്റുമുള്ള ഒരു ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫ് ഓഫ് 0 എന്നാ കിട്ടും? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് -2 കിട്ടും. എഫ് ഓഫ് 1ഓ? എഫ് ഓഫ് 1 -1 കിട്ടും. അപ്പം അത് രണ്ടും നെഗറ്റീവ് വാല്യൂ. എഫ് ഓഫ് 0 ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. എഫ് ഓഫ് 1ഉം നെഗറ്റീവ് വാല്യൂ. നമുക്ക് 2 വന്നിട്ട് നോക്കാം. എഫ് ഓഫ് 2 എന്നാ കിട്ടും? എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 6 ആണ് കിട്ടുന്നത്. സോ നോക്കിക്കേ, എഫ് ഓഫ് 1 -1ഉം കിട്ടി, എഫ് ഓഫ് 2 6ഉം കിട്ടി. അപ്പോൾ നമ്മുടെ റിയൽ റൂട്ട് എവിടെയായിരിക്കും?
ഈ രണ്ട് വാല്യൂസിനിടയ്ക്കായിരിക്കും, അതായത് 1നും 2നും ഇടയ്ക്കായിരിക്കും നമ്മുടെ റിയൽ റൂട്ട് കിടക്കുന്നത്. സോ അവർ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 1 and 2. അപ്പോൾ നമ്മൾ നമ്മുടെ x0 അപ്രോക്സിമേറ്റ് റൂട്ട് എടുക്കണം. x0 എന്ന് പറയുന്ന എന്ത് വാല്യൂ എടുത്തു? നമുക്ക് 1 എടുക്കാം. സോ x0 എന്ന് പറയുന്നത് 1 എടുത്തു. x0 1 എടുത്താൽ x1 എങ്ങനെ കണ്ടുപിടിക്കാം? x1 is equal to x0 minus f of x0 by f dash x0 ആണ്. x1 is equal to x0 minus f of x0 by f dash x0 ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 1 മൈനസ് എഫ് ഓഫ് x0 എന്ന് പറയുന്നത് -1 ആണ്. എഫ് ഡാഷ് x0 എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് -1/3 എന്ന് കിട്ടും. അതായത് 1 + 1/3 ആണ്. അതിൻ്റെ ആൻസർ 1.333 ആണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? അതായത് ക്വസ്റ്റ്യൻ എന്താ? ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഗീവ്സ് ഫസ്റ്റ് ഐറ്ററേറ്റീവ് സൊല്യൂഷൻ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 2 ആസ്. അതിൻ്റെ ആൻസർ 1.33 എന്ന് കിട്ടും. താങ്ക് യു.